അപ്പോൾ സകല യൂട്യൂബ് ചേച്ചിമാരുടെയും ആശീർവാദത്തോടു കൂടെ നമ്മളിത് ചക്കരമാങ്ങ ഉണ്ടാക്കിയിരിക്കട്ടോ. ചക്കരമാങ്ങ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല എരിവും പുളിയോ മധുരം കൂടി ചേർന്നുള്ള അടിപൊളി ഐറ്റം. ഹലോ എവരി വൺ, വെൽക്കം ടു ലക്ഷ്മി മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കരമാങ്ങയാണ് കേട്ടോ. നമുക്ക് ഈ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഷോർട്സിലൊക്കെ നമുക്കിങ്ങനെ ഈ ചക്കരമാങ്ങ എന്നുള്ള റീലുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതി വരും. ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നമുക്ക് നാട്ടിൽ പോയി കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ ഗൾഫിലേക്ക് ഷിപ്പുകളും അതുപോലെ തന്നെ കൺസൈൻമെൻ്റ് ഒന്നും വരാത്തതുകൊണ്ട് മാങ്ങക്കൊക്കെ ഭയങ്കര റേറ്റ് ഇട്ടാണ്. പക്ഷേ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കിയല്ലേ പറ്റുള്ളൂ, കാരണം നമുക്ക് വേറെ ഓപ്ഷനില്ല നാട്ടിൽ പോയി കഴിക്കാനൊന്നും. അത് നമ്മളിത് 4 മാങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ശർക്കര പാനി, പിന്നെ കറിവേപ്പില, ഇത്രയൊക്കെ ഐറ്റംസ് വേണ്ടത് കേട്ടോ. മാങ്ങ അരിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ശർക്കര ഒന്ന് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ മാങ്ങ ഒന്നായിട്ട് കഴുകി എടുത്തിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാങ്ങൊക്കെ മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ നമ്മൾ ഒരു മൺചട്ടി വെക്കുകയാണ്. മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചു. അതിലേക്ക് പിന്നെ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒന്നായിട്ട് കുത്തി ഉടക്കാതെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ മാങ്ങ അതിൽ നിന്ന് മാറ്റി വെക്കണം. മാങ്ങ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അതേ ചട്ടിയിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇത് കുറുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇത് ഏകദേശം കുറുകി വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിച്ചുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അധികം ഉടയാതെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. അധികം കുത്തി ഉടക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാൻ കേട്ടോ. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വറ്റിപ്പോകും. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും അതുപോലെ തന്നെ ഒക്കെ നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പാകം ചെയ്യണേ. ചക്കരമാങ്ങ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല അതിൻ്റെ എരിവും പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സാധനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചക്കരമാങ്ങ കഴിച്ചിട്ടില്ല ആക്ച്വലി. ഇപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്നുള്ളൂ. നമ്മൾ പ്രവാസി എന്ന രൂപത്തിൽ നമുക്കിതൊന്നും നാട്ടിൽ പോയിട്ട് കഴിക്കാനൊന്നും വലിയ ഓപ്ഷനൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ടാക്കി നോക്കി തന്നെ എങ്ങനെ രൂപത്തിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പാകമായി കഴിഞ്ഞാൽ കഴിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ചിലപ്പം ഫ്ലോപ്പാവും, ചിലപ്പോൾ നന്നായി വരും. അപ്പോൾ ഏതായാലും ഇത് അടിപൊളിയായിരുന്നു. എന്നിട്ട് അത് കുപ്പിയിലേക്ക് മാറ്റിച്ചു. ബാക്കി വന്ന പാത്രത്തിലേക്ക് ഇതാ കുറച്ച് ചോറിട്ട് കഴിച്ചപ്പോൾ അടിപൊളിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.